സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 60 പേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. സാഹചര്യം നേരിടാൻ സുസജ്ജമാണെന്നും റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ്പ സസ്പെക്ട് ചെയ്ത 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ്പ പോസിറ്റീവാണ്. ഹൈറിസ്ക് കോൺടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപ്പിക് സെൻറ്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥും ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? പാണ്ടിക്കാടാണ് പ്രഭവ കേന്ദ്രം. 3 കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് നിയന്ത്രണങ്ങൾ. എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്? എന്തെല്ലാം അറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്? പൂജ, ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. പക്ഷേ ഒട്ടും ആശങ്കയില്ലാതെ തന്നെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കണം. അതിനായി ഒത്തൊരുമിച്ച് പഴുതടച്ചുള്ള പ്രതിരോധ പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അതിന് ആരോഗ്യവകുപ്പും സുസജ്ജമാണെന്ന ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. അതിനനുസരിച്ച് ഇന്നലെ മുതൽ തന്നെ ഈ നിപ്പ സംശയം പുറത്തു വന്നത് മുതൽ തന്നെ അത്തരത്തിലുള്ള ഊർജിതമായി കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴുള്ള വ്യക്തമായ ഒരു പ്ലാൻ തന്നെയുണ്ട്. അതായത് ഇനി ഈ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരായി ഈ സമ്പർക്ക പട്ടികയിലുള്ള ള്ളവരെ കൃത്യമായി നിരീക്ഷിച്ചു വരിക. കുട്ടിയുടെ റൂട്ട് മാപ്പ് ഉടനെ തന്നെ പുറത്തുവിടും. അതിന് പിന്നാലെ തന്നെ നിരീക്ഷിച്ച് ആവശ്യമുള്ളവരെ ഐസൊലേറ്റ് ചെയ്യും. ഇപ്പോൾ 60 പേർ ഹൈറിസ്ക് പട്ടികയിൽ നിരീക്ഷണത്തിലുണ്ട്. ആകെ 214 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. അത് കണക്ക് എന്തായാലും മാറിയേക്കാം. കൂടുതൽ പേരെ കണ്ടെത്തി കൃത്യമായി ഐസൊലേറ്റ് ചെയ്യണം. അതിനായി വേണ്ട സജ്ജീകരണങ്ങളൊക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണെങ്കിലും 9 വാർഡ് പ്രത്യേകമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ കുട്ടിയുടെ ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ 3 പേരുണ്ട്. അച്ഛനും അമ്മയും അമ്മാവനും മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ട്. മറ്റൊരു കുട്ടി ബസ്സിൽ ഒപ്പം സഞ്ചരിച്ച സുഹൃത്തു കൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പനി ലക്ഷണവുമായി നിരീക്ഷണത്തിലുണ്ട്. ഈ കുട്ടിക്ക് ആദ്യമേ പനി ഉണ്ടായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചാണെങ്കിൽ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് ഇപ്പോഴെന്തായാലും നമ്മൾ അറിയുന്ന വിവരം. ഇനി നാളെയുള്ള നിയന്ത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ 10 മുതൽ 5 മണി വരെ മാത്രമേ ഈ 2 ആനക്കായം പഞ്ചായത്ത്, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ കടകൾ തുറന്നു പ്രവർത്തിക്കാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വ്യക്തി ശുചിത്വം പ്രധാനമാണ്. ഒത്തൊരുമിച്ച് തന്നെ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കേണ്ടതായുണ്ട്. അതിന് ആരോഗ്യവകുപ്പും സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എന്തായാലും വ്യക്തമാകുന്നത്. അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒത്തൊരുമിച്ചുള്ള പ്രതിരോധ കൂട്ടായ പ്രവർത്തനം തന്നെ വേണം.